നെറ്റ് തന്നെ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഞാൻ ആ ലിങ്ക് വിട്ടിരുന്നല്ലോ. എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത്? അപ്പൊ തെളിവ് കൊടുത്ത കേസ് 6 മാസത്തെ വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു, മറ്റൊക്കെ 1 മാസമാണ്. ഇതെന്ത് നീതി? ഇവിടെയാണ് വിഷയം, ഇവിടെയാണ് RSS കടന്നു വരുന്നത്. വേണ്ടാത്ത പല പണിയും ഈ ADGP അജിത് കുമാറിന് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിലപ്പുറമുള്ള തെളിവ് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? 11 മണിക്ക് CM നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വാട്സാപ്പിൽ അവിടുത്തെ ചില എനിക്കറിവുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു. ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കണം പ്ലീസ്. ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഒരനക്കൂല, അനങ്ങൂല. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പം ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം, പിന്നെ മരിച്ച അവിടെ പിരിയാണല്ലോ, ആ പിടുത്തം ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്തിനാണ് സഖാക്കളെ, എന്തിനാണ് സഖാക്കളെ? ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഈ പാർട്ടി ഇതിന് ഉത്തരം പറയണ്ടേ? അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ, ഞാൻ നിർത്തി. കത്ത് കൊടുത്തു. ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം. ആ ഉത്തരവാദിത്തം പാർട്ടിയെയും ഞാൻ ഏൽപ്പിക്കുകയാണ്, ഏറ്റു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം നടന്നെന്താ? റിദാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ്. അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന്. ഈ SITയുടെ കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക. ആ പുനരന്വേഷണത്തിനെ